കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വെർഷൻ. ഞാൻ നോക്കിയിട്ടില്ല. പാത്രം കഴിക്കടാ. അനീഷ് നമ്മുടെ ഡോക്ടർ റോബിന് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അനീഷിന്റെ കാലമാണ് ഇനി അങ്ങോട്ട്. സോ ഇനി പലതും നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സബ്ജക്ട് അതല്ല. നമ്മുടെ സബ്ജക്ട് എന്തുകൊണ്ടാണ് അനീഷ് തോറ്റത് എന്നുള്ളതാണ് സബ്ജക്ട്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും വേണം. ഒപ്പം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, സോ അനീഷ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അനീഷ് ഡേ 1 മുതൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അനീഷ് കൃത്യമായി 5 വർഷം എല്ലാ സീസണും, അതായത് 6 സീസൺ ഉൾപ്പെടെ എല്ലാ സീസണും കണ്ട് ഒരു 2 വർഷമായിട്ട് ലീവിലിരുന്ന് ഇതിനു വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. സോ ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസ് ഷോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് കലക്കി കുടിച്ചു വരുന്ന ആള്. ആദ്യം തന്നെ നമ്മുടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് PR വർക്ക് എന്താണ് അറിയത്തില്ല, PR എന്താണെന്ന് അറിയത്തില്ല, PR ഞാൻ കൊടുത്തിട്ടുമില്ലാന്ന്. അതിൽ തന്നെ ഞാനൊരു തിരുത്ത് പറഞ്ഞുതരാം. PR അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ ബിഗ് ബോസ് കാണുന്നുണ്ടാവോ? കാണത്തില്ല. അപ്പൊ പിന്നെ ഇത്രയും റിസർച്ച് നടത്തിയിട്ട് വന്ന അനീഷിന് അതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? ആണ്. അത് തന്നെയല്ലേ അനീഷിന്റെ ആദ്യത്തെ ഫേക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ആണ്. അപ്പൊ അനീഷിന്റെ PR-ഉം അനീഷും കൂടി ചേർന്ന് എടുത്ത ആദ്യത്തെ ഡിസിഷൻ എന്താണെന്ന്, ഇവരുടെ കയ്യിൽ ഒരു പ്രിവിലേജ് ഉണ്ട്. എന്താണ് ആ പ്രിവിലേജ്? സാധാരണക്കാരൻ എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. ഈ സാധാരണക്കാരന്റെ പ്രിവിലേജ് കിട്ടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് പക്ഷേ ഒരു രീതിയിലും മലയാളം സീസണിൽ ഒരു കോമ്യൂണറായിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഹിന്ദി സീസണിൽ ഇത് കൃത്യമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സ്ട്രാറ്റജിയാണ് ഡേ 1 അവിടെ കാലുകുത്തി അന്ന് മുതൽ നമ്മുടെ അനീഷ് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ഹൗസിനെ എൻറ്റയർലി എഗെയിൻസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ പോയി ചൊറിയുക. മാക്സ് അവര് പറയുന്നതിന് ഇപ്പം പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് രാത്രിയാണെന്ന് പറയും. ഇപ്പൊ അവര് രാത്രിയാണെന്ന് പറഞ്ഞാൽ അനീഷ് പകലാണെന്ന് പറയും. ഇന്ന് കൃത്യമായി ചൊറിഞ്ഞ് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് അനീഷിന് എഗെയിൻസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഒന്നാമത്തെ ദിവസം മുതൽ അനീഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൃത്യമായി അവിടെ വർക്ക് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അനീഷിനായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തതും. ആ വോട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ച ക്യാപ്റ്റൻ ആവാൻ പറ്റി. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരെയും ചൊറിയാൻ പറ്റി. ചൊറിഞ്ഞതിലൂടെ കംപ്ലീറ്റ് ആൾക്കാരുടെയും വെറുപ്പ് സമ്പാദിച്ചു, ഷാനവാസ് ഒഴികെയുള്ളത്. കാരണം ഷാനവാസിന് മാത്രമാണ് ഇത് കൃത്യമായിട്ട് അനീഷിന്റെ ഗെയിം ആണെന്നുള്ളൊരു കാര്യം അവിടെ മനസ്സിലായത് സത്യത്തിൽ ഷാനവാസിനാണ്. അതുകൊണ്ട് ഷാനവാസ് ഇതിൽ വീണില്ല. പക്ഷെ പ്രേക്ഷകരായ ഞാനും നിങ്ങളും എല്ലാവരും ഈ സ്ട്രാറ്റജിയിൽ വീണു. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു സാധാരണക്കാരനെ എല്ലാവരും കൂടി എടുത്തിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഒരു സാധാരണക്കാരനെ ഒരു രീതിയിലുള്ള പ്രിവിലേജസും അവിടെ കൊടുക്കുന്നില്ല. അതിൽ അനീഷ് കൃത്യമായി വിജയിച്ചു. പ്രത്യേകിച്ച് പിന്നെ ആദ്യത്തെ വീക്കെൻഡും രണ്ടാമത്തെ വീക്കെൻഡിലും ലാലേട്ടന്റെ പിന്തുണയും കൂടി അനീഷിന് കിട്ടി. അതായത് ജനങ്ങളുടെ സ്പന്ദനം അറിഞ്ഞ ലാലേട്ടനും അനീഷിന്റെ കൂടെ നിന്നിപ്പം ഇത് വീണ്ടും കുറെ കൂടി ബൂസ്റ്റായി വെളിയിലേക്ക് വന്നു. പക്ഷേ 3-ാമത്തെ ആഴ്ച മുതലേ പിന്നെയാണ് മറ്റേ നമ്മുടെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അത് ഭയങ്കര മാസീവ് ആയിട്ടുള്ള സക്സസ് ആവുന്ന രേണുവായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ. 3-ാമത്തെ വീക്കായപ്പം ലാലേട്ടൻ എന്നെ മനസ്സിലായി ഇത് കൈവിട്ടു പോകുന്നു. എങ്ങനെ കൈവിട്ടു പോകുന്നു? കാരണം ഒരു സാധാരണക്കാരനായി വന്ന ഒരാൾക്ക് ഭയങ്കര പിന്തുണ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ മാറി. അതുകൊണ്ട് തന്നെ ഒരു അനീഷ് എന്നുള്ളൊരു ഷോ, പണ്ട് രജിത് കുമാർ എന്നുള്ള രീതിയിൽ പോയത് അനീഷ് എന്നുള്ളൊരു ആളുടെ ഷോ ആയിട്ട് മാത്രം മാറിക്കൊണ്ട് പോകുന്നതായിട്ട് തോന്നി. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ഇടപെട്ടിട്ട് പുള്ളിയുടെ ഫൂട്ടേജസ് എല്ലാം കാണിച്ചു കൊടുത്ത് വെറുപ്പിക്കലാണ്, ഈ പരിപാടി നിർത്തിക്കോണം എന്നൊക്കെ പറഞ്ഞു നിന്നത്. അവിടെ നിന്നാണ് അനീഷ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത്. ഇവിടെയും പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിനോടും ലാലേട്ടനോടും ദേഷ്യമാണ് തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് ഉള്ളുവരിഞ്ഞ് പിന്നീടാണ് അനുവിന്റെ ഒരു വൻ വളർച്ച അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം സത്യം പറഞ്ഞാൽ സ്പേസ് കിട്ടുന്നതും അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ടാസ്ക് വന്നു. പിന്നെ ഒന്ന് തണുത്ത് നിൽക്കുമായിരുന്നു അനീഷ്. ഒരു ടാസ്ക് വന്ന് ഓർമ്മയുണ്ട്, പണിപ്പുരയിൽ പോയിന്റ് എടുക്കുന്ന ടാസ്ക്. അതിൽ ആര്യനും ജിസയിലും അനീഷും കൂടെയാണ് പോയത്. ഇവർ 3 പേരും കൂടി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ അനീഷിന് ആ കാർഡ് കിട്ടുന്നു. ഈ സീസണിൽ എൻറ്റയർ സീസൺ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടുന്നു. ഓൺ സ്പോട്ട് അനീഷ് മിണ്ടാതിരുന്നു. ആ ടാസ്ക് ജിസയിലും ആര്യനും തമ്മിൽ കൊളമാക്കി. അനീഷാണ് മാസീവായിട്ട് ഇത് ആ ടാസ്ക് അനീഷ് സത്യമായിട്ട് തൂക്കിയത് തന്നെയാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ വീണ്ടും വൻ മുന്നേറ്റം അനീഷിന് ഉണ്ടാക്കി കൊടുത്തു. അത് ഭയങ്കര ഒരു ഹൈപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അനീഷിന്റെ വോട്ടുകൾ ഇങ്ങനെ കൂടിപ്പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഷാനവാസിന്റെ എൻട്രി വരുന്നതും ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അത് വെളിയിൽ ജനങ്ങൾക്കിടയിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്ന ലാലേട്ടൻ പോയി ഇത് കാണിച്ചു കൊടുത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ ആർട്ടിഫിഷ്യൽ, അതുവരെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ഷാനവാസ് കൃത്യമായി ഗെയിം കളിച്ചതാണ് അനീഷിനെ ഉപയോഗിച്ചുകൊണ്ട്. അനീഷിന്റെ ഗെയിം അറിയാവുന്നതുകൊണ്ട്
ഷാനവാസ് ഗെയിം കളിച്ചതാണ്. ഇപ്പൊ ആരും സമ്മതിക്കാൻ പോകുന്നില്ല, ഷാനവാസ് സമ്മതിക്കത്തില്ല, അനീഷ് സമ്മതിക്കത്തില്ല. ഇതിന് ലാലേട്ടനും കൂടി വന്ന് സപ്പോർട്ട് ചെയ്ത സമയത്താണ് പിന്നീട് ഇവരൊരു അനീഷിന് ക്ലിക്കായി, ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് അനീഷിന് ക്ലിക്ക് ആയപ്പോഴത്തേക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കാമെന്ന് കരുതി അവിടെ മുതലാണ് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അതും വീണ്ടും വെളിയിൽ വർക്ക് ആവുന്നു. അതിൻ്റെ ഇടയിൽ അക്ബറും അപ്പാനി ശരത്തും കൂടി വട്ടം ചേർത്തുനിന്ന് ആക്രമിക്കുന്നു. അതിനിടയിൽ മറ്റു തലങ്ങണിയൊക്കെ എടുത്ത് എറിയുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ ഒരു ടാസ്കിനിടയിൽ, അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. വീണ്ടും സഹതാപ തരംഗം അടിച്ചു കയറുന്നു. അതിനുശേഷം പിന്നീട് മറ്റേ ജ്യൂസ് ഫാക്ടറി ടാസ്ക് അത് കൊളാക്കാണ് ചെയ്തത്. പക്ഷെ ഇതിലും സ്റ്റിൽ വെളിയിൽ അനീഷിന് ഒരു പേര് കിട്ടുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും അനീഷ് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് കസറി കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് തണുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും. കാരണം പുള്ളി ഒരു യന്ത്രം കണക്ക് അവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു മെഷീൻ കറക്കി വിട്ടുമ്പോഴത്തേക്ക് ഒരു യന്ത്രം വർക്ക് ചെയ്തില്ല, അതേ കണക്ക് കുറച്ച് വർക്ക് ചെയ്യും, അത് കഴിയുമ്പോൾ സ്ട്രക്ക് ആവും, പിന്നെയും പോയിരുന്ന് ആലോചിക്കും, പിന്നെയും വർക്ക് ചെയ്യും. ആ ഒരു രീതിയിലാണ് സത്യത്തിൽ അനീഷ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെളിയിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ അവിടെ ഔട്ട്പുട്ട് ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് അനീഷ് ചെയ്തത്. സഹതാപ തരംഗോ കമ്പ്യൂട്ടർ ടാഗ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരെന്നുള്ള ടാഗും കൂടെ ഉള്ളതുകൊണ്ട് അത് കൃത്യമായി വർക്ക് ചെയ്തു. പിന്നീട് അവസാന ദിവസങ്ങളിൽ എത്തിയപ്പോഴുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനങ്ങ് പാവമാവുന്നു. പുറത്താകുന്നവരാണെങ്കിലും അകത്തേക്കുന്നവരോട് എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നു, വളരെ നന്നായിട്ട് പെരുമാറാൻ ശീലിക്കുന്നു. ആ ശീലിച്ചതിന് ശേഷം ഈ പുറത്താകുന്നവർ അപ്പോൾ ഓൾറെഡി അവിടെ അനു വേഴ്സസ് ബാക്കിയുള്ളവരെന്നുള്ളൊരു ടാഗ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. ഇത് വന്നപ്പോഴത്തേക്ക് ഈ വെളിയിൽ പോകുന്നവരെല്ലാവർക്കും പിന്നീട് അവിടെ ഒരു സെക്കൻഡ് ടോപ്പിലേക്ക് എത്തേണ്ട കണ്ടസ്റ്റന്റ് ആരാണ്? അനീഷ് ആണെന്നുള്ള പ്രതീതിയുണ്ട്. അപ്പൊ ഇവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാം ഓട്ടോമാറ്റിക്കലി അനീഷിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കൃത്യമായി അനീഷിന് മനസ്സിലായി. അതിനുശേഷമാണ് ഇവരോടെല്ലാം അനീഷ് നേരെ പ്ലേറ്റ് മാറ്റി, അനീഷിന്റെ ക്യാരക്ടറിന്റെ പ്ലേറ്റും മാറി. എല്ലാവരോടും അത്രയും കാലം എല്ലാവരെയും ചൊറിഞ്ഞുകൊണ്ടിരുന്ന അനീഷ് പെട്ടെന്ന് ചുവട് മാറിയിട്ട് വളരെ മാന്യനായി പാവമായിട്ട് എല്ലാവരോടും വളരെ മൃദുലമായി സംസാരിക്കുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് കഥ മാറിയത്. അതിന്റെ അവസാനത്തെ ട്രാക്ക് അവസാനം എത്തിയപ്പോഴത്തേക്ക് അനുവിനെ ഏത് രീതിയിലും തകർക്കണം. ഇവരുടെ സപ്പോർട്ടുണ്ട്, ബാക്കി സഹതാപതരണമുണ്ട്, സാധാരണക്കാരനുണ്ട്. ഇനി അനുവിനെ നേരിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യണം. അതിനെന്തായാലും അനീഷിനെ പിടിച്ചു നിന്ന്, അതായത് സംസാരിച്ച് തോപ്പിക്കാൻ അനീഷിനെ കൊണ്ട് പറ്റില്ല അനുവിനെതിരായിട്ട്. സോ അതിന് യൂസ് ചെയ്ത ടാഗാണ് ലവ് ട്രാക്ക് എന്ന് പറയുന്ന ടാഗ്. അതാണ് ഏറ്റവും അവസാനത്തെ വീക്ക് എത്തുന്നതിന് 92-ാം ദിവസം എടുത്തുപയോഗിച്ച ട്രാക്ക് എന്ന് പറയുന്നത് സഹതാപ ട്രാക്ക്. കാരണം അവിടെയും അനു അവിടെ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഇടയിൽ വീണ്ടും അനീഷ് ഹീറോ ആവും. കാരണം അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് റിജക്ട് ചെയ്തതായിരിക്കാം, അനീഷിനെ റിജക്ട് ചെയ്തതായിരിക്കാം എന്നുള്ളൊരു വീണ്ടും ഒരു സഹതാപ തരംഗം അടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതെന്റെ പെർസെപ്ഷനാണ്. ഒരു രീതിയിൽ അനീഷ് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടാകും. അതും കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത് വർക്ക് ചെയ്തില്ല, ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നത്. കാരണം അത് വർക്ക് ചെയ്യിക്കാനായിട്ട് ബാക്കി റീ എൻട്രി ചെയ്തവർ സമ്മതിച്ചിട്ടുമില്ല. ഇതെല്ലാം ഓൾ ടുഗെദർ ആയിരുന്നു അനീഷ് എന്ന് പറയുന്നത്. ഇത് ഒരു ഭൂരിഭാഗം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ എണ്ണയിട്ട ഒരു യന്ത്രം കണക്ക് വർക്ക് ചെയ്യുന്ന മനുഷ്യനാണെന്നും കുറെ ടാഗുകളും, അതായത് എവിടേക്കാണ് ഈ PR വർക്കിന് എനിക്ക് PR-നെ പറ്റി ഒരു തേങ്ങ അറിയത്തില്ല, എനിക്ക് PR-നെ പറ്റി PR എന്താന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്ന ആ ക്യാപ്ചുകൾ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം സാധാരണക്കാർക്ക് അറിയില്ലേ PR എന്താണെന്നുള്ളത്. അപ്പൊ ഈ 5 വർഷം പഠിച്ചിട്ട് വന്ന് അനീഷിന് അറിയത്തില്ല എന്ന് പറഞ്ഞ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇതൊന്ന്. അതിനുശേഷം തന്നെ നമ്മുടെ ലവ് ട്രാക്ക് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ലവ് ട്രാക്ക് കാണിക്കുന്ന ആ ഒരു ഇത് അതൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് തോന്നുന്നു. പിന്നെ അനീഷിനുണ്ടായ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ്, ഇതെല്ലാം പ്രേക്ഷകർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണോ എന്നുള്ളത് ഇരുത്തി ചിന്തിച്ചു. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ അനീഷ് സത്യത്തിൽ ഇതിലെല്ലാം വിജയിച്ചു. അതുകൊണ്ടാണ് ടോപ്പ് 2-ൽ അനുവിന് തൊട്ട് താഴെ നമ്മുടെ അനീഷിന് എത്താൻ സാധിച്ചത്. ഇനി അടുത്തത് നമ്മുടെ ഇന്റർവ്യൂ ബോർഡിനെ വരെ പറ്റിച്ച് അവിടെ വരെ ഫേക്ക് പേഴ്സണാലിറ്റി കാണിച്ചിട്ടാണ് നമ്മുടെ അനീഷ് ഷോയിലേക്ക് കയറി വന്നത്. അതിനുള്ള വീഡിയോ ആണ് ഇപ്പൊ കണ്ടോ. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ? അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ. കണ്ടല്ലോ, ഒന്നുകിൽ പുള്ളി ഒരു സ്ത്രീ വിരുദ്ധനാകാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഫേക്ക്നെസ് കാണിച്ചതാവും. പക്ഷെ അല്ലാന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും പുള്ളി അതേ നിലപാടിൽ തന്നെയാണല്ലോ ഉറച്ചു നിൽക്കുന്നത്. അതായത് മെറ്റേണിറ്റി ലീവ്, പ്രസവ ശേഷമുള്ള നമുക്ക് കൊടുക്കേണ്ട കെയറിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന 180 ദിവസത്തെ ലീവ്, 6 മാസത്തെ ലീവ്, അത് ഒരു കാരണവശാലും സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല. അത് അവരതൊരു പ്രിവിലേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ് പുള്ളിക്കാരന്റെ കമന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രസവം കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങൾ നേരെ പഠിക്കുള്ളൂ
എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്ത് ഒരു വിവരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? പുള്ളി ഭയങ്കരമായിട്ട് ജനറൽ നോളജ് പഠിച്ചതാണ്, PSC ടെസ്റ്റുകൾ എഴുതാൻ ഒരുപാട് പഠിച്ച മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ്. ഇതെല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനായിട്ട് പറയുവാണെങ്കിൽ പ്രസവശേഷം ഉടനെ യാത്ര ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പെണ്ണുങ്ങൾ പ്രിവിലേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നേരെ പണിക്ക് പോകണമെന്ന്. ഇതൊക്കെ കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇതൊക്കെ സത്യം പറഞ്ഞ ഹൗസിനകത്ത് വന്ന് പറയാതിരുന്നത് വളരെ നന്നായിട്ടുള്ളതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂ പാസ്സായത്. അതുകൂടാതെ ഇതേ ഇന്റർവ്യൂവർ തന്നെ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ 3 ദിവസം മുമ്പായിട്ടാണോ വിളിച്ചത്? അത് അക്ബറുമായിട്ട് ഒരു വീക്കെൻഡിൽ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, 3 ദിവസം മുമ്പായിട്ടാണ് എന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് വിളിച്ച് പറയുന്നത് നിങ്ങൾ സെലക്ട് ആയിട്ടെന്നുള്ളത്. പച്ച കള്ളമാണെന്ന് ആ ഇന്റർവ്യൂവിൽ തന്നെ അവര് തന്നെ അവിടെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അതിന്റെ വീഡിയോസും ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. സോ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ അനീഷ് ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അനീഷ് ബിഗ് ബോസ് സീസൺ മലയാളം 7 വിൻ ചെയ്യാനായിട്ടുള്ള യാതൊരുവിധ അർഹതയുമില്ല. ഈ കിട്ടിയിരിക്കുന്ന 2ാമത്തെ പൊസിഷൻ തന്നെ ജനങ്ങളെ പറ്റിച്ച് നേടിയ പൊസിഷൻ ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതല്ലേ ബോട്ടം ലൈൻ എന്നായിട്ട് പറയേണ്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.